നമഃശിവായ. കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ പരിചയപ്പെടുത്തുക ഉണ്ടായി. ഇന്ന് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ പൊൻകുന്നത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഭഗവതി ക്ഷേത്രമാണ് ചെറുവള്ളി ഭഗവതി ക്ഷേത്രം. മുഖ്യപ്രതിഷ്ഠ ഇവിടെ ശ്രീഭദ്രകാളിയാണ്. ഉപദേവതകളായിട്ട് ഗണപതി, പരമശിവൻ, പാർവതി, മഹാവിഷ്ണു, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, നാഗദൈവങ്ങൾ, യക്ഷിയമ്മ, ബ്രഹ്മരക്ഷസ്, കൊടുങ്കാളി, ശ്രീദുർഗ, വീരഭദ്രൻ, ജഡ്ജിയമ്മാവൻ തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ, ഉപപ്രതിഷ്ഠകൾ. എന്നിരുന്നാലും ഈ ക്ഷേത്രത്തിൽ ജഡ്ജിയമ്മാവൻ എന്നൊരു പ്രതിഷ്ഠയുണ്ട്. വളരെ പ്രസിദ്ധമാണ് ഇവിടുത്തെ ജഡ്ജിയമ്മാവൻ. വളരെ എല്ലാവർക്കും അറിയാം. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ക്ഷേത്രത്തിൽ ആൾ എത്തിച്ചേരുന്നതാണ്. ക്ഷേത്ര ഐതിഹ്യം. ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒരു കൊടുങ്കാടായിരുന്നു. അവിടെ ധാരാളം ആദിവാസികൾ താമസിച്ചിരുന്നു. ഒരു ദിവസം പുല്ലിയെത്താൻ വന്ന ഒരു ആദിവാസി സ്ത്രീ തൻ്റെ അരിവാളിന് മൂർച്ച കൂട്ടാനായിട്ട് കല്ലിൽ ഉരസുകയും രക്തം കാണുകയും പിന്നെ ഒരു സംഭവം അറിഞ്ഞ് ഒരു ഭക്തബ്രാഹ്മണൻ ഇവിടെ എത്തി പരാശക്തിയെ പൂജിക്കുകയും തുടർന്ന് അടുത്തുള്ള കുളത്തിൽ കുളിക്കാനായിട്ട് അദ്ദേഹം ഇറങ്ങിയപ്പോൾ ദേവി ചൈതന്യം ആ കുളത്തിലും വ്യാപിച്ചു. തുടർന്ന് ഇത് പാട്ടമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് അധിവസിച്ച് പൂജയും അവിടെ വെച്ച് തന്നെയായിരുന്നു. പിന്നെ ഭക്തജനങ്ങൾക്ക് ദേവി ദർശനമുണ്ടായത് ഒരു ചെറിയ വള്ളിയിലാണ്, ഊഞ്ഞാലാടുന്ന രൂപത്തിലാണ് ദർശനം നൽകിയിരുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ചെറുവള്ളി എന്ന് പേര് കിട്ടിയത്. അല്ലാതെ ഈ ക്ഷേത്രത്തിൽ ഒരു ജഡ്ജിയമ്മാവൻ എന്നൊരു പ്രതിഷ്ഠയും കൂടെ ഉണ്ട്. മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഒരു പ്രതിഷ്ഠയാണ് ജഡ്ജിയമ്മാവൻ. ദേവി സന്നിധിയിൽ മോക്ഷം പ്രാപിച്ച തിരുവല്ല രാമവർമ്മ പുരത്തു മഠത്തിലെ ഗോവിന്ദപിള്ളയാണ് ഈ പേരിലൂടെ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ രാജാവായിരുന്ന ധർമ്മരാജയുടെ കോടതിയിലെ ജഡ്ജിയായിരുന്നു അദ്ദേഹം. സത്യസന്ധനും നീതിമാനുമായ അദ്ദേഹം മികച്ച രീതിയിൽ ശിക്ഷകൾ നടപ്പാക്കി കഴിഞ്ഞു പോന്നിരുന്നു. എന്നാൽ ഒരിക്കൽ എന്തോ തെറ്റിദ്ധാരണയുടെ പേരിൽ സ്വന്തം അനന്തരവനെ അദ്ദേഹത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കാനായിട്ട് കാരണമായി. അനന്തരവൻ പിന്നീട് നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ധർമ്മരാജയോട് സ്വന്തം വധശിക്ഷ നടപ്പാക്കാൻ അഭ്യർത്ഥിച്ചു. ധർമ്മരാജ മനസ്സില്ലാ മനസ്സോടെ ഇത് നടപ്പാക്കുകയും ഇങ്ങനെ ദുർമരണപ്പെട്ട ജഡ്ജിയുടെ പ്രേതം പിന്നീട് പല പ്രദേശങ്ങളിൽ പലവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും പിന്നീട് പ്രശ്നം വെച്ച് ഒടുവിൽ അദ്ദേഹത്തെ ചെറുവള്ളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെയാണ് ജഡ്ജിയമ്മാവൻ എന്നൊരു പ്രതിഷ്ഠ ചെറുവള്ളി ഭഗവതി ക്ഷേത്രത്തിൽ എത്തുകയും പിന്നീട് ഭക്തജനങ്ങൾ അദ്ദേഹം പല കാര്യങ്ങൾക്കായി എത്തുകയും ഒക്കെ ചെയ്തു പോകുന്നു. പല ദേശങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹത്തെ കാണാനായിട്ട് വരുന്നുണ്ട്. ഞാൻ പുതിയൊരു ക്ഷേത്രവുമായിട്ട്